Hello all, welcome to EdFil Learning. KTET Category 3യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. 2022 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ ചോദ്യപേപ്പർ വിശകലനമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എ ടെസ്റ്റ് യൂസ്ഡ് ഫോർ പ്രെഡിക്റ്റിംഗ് എ ഫ്യൂച്ചർ പെർഫോമൻസ് ഇസ് നോൺ ആസ് എ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, B. Achievement test, C. Diagnostic test, D. None of the above. എന്താണ് ചോദ്യം? നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഭാവിയിലുള്ള കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഭാവിയിലുള്ള പെർഫോമൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ഇതിൽ? പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണോ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണോ? ഇത് മൂന്നും അല്ല. അതാണോ ഉത്തരം? ഉത്തരം നോക്കാം. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. എങ്ങനെയാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് വരുന്നത്? അതായത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിന് പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തായിരിക്കും? നമുക്ക് ഒരാൾക്ക് പനി ഉണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതായിരിക്കും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വരാം. അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്കറിയാം, ഒരാളുടെ അച്ചീവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. എക്സ്പ്ലനേഷൻ നോക്കാം. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഹൗ വെൽ an individual is expected to profit from training. പ്രെഡിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റും അവരുടെ ഫ്യൂച്ചറിൽ, ഭാവിയിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്തത്, ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ദ ന്യൂട്രൽ സ്റ്റിമുലസ് ലേറ്റർ ബിക്കംസ് എ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ബി കണ്ടീഷൻഡ് സ്റ്റിമുലസ്, സി കണ്ടീഷൻഡ് റെസ്പോൺസ്, ഡി നൺ ഓഫ് ദി അബവ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ ന്യൂട്രൽ സ്റ്റിമുലസ് എന്തായിട്ടാണ് പിന്നീട് അറിയപ്പെടുക എന്നുള്ളതാണ്. ക്ലാസിക്കൽ കണ്ടീഷനിലുള്ള ന്യൂട്രൽ സ്റ്റിമുലസ് എന്തായിട്ടായിരിക്കും അറിയപ്പെടുക? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ് അറിയപ്പെടുക. നമ്മൾ ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ടാവും, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവും. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എലിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഫുഡ് നമ്മളെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ വെള്ളം വരില്ലേ? ഈ ഫുഡ് ആയിരിക്കും എന്ത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതായത് കണ്ടീഷൻ ചെയ്യാത്തതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് എന്ന് വിളിക്കുന്നത്. ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ത് ചെയ്യും? നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരുന്നില്ലേ, അതൊരു റെസ്പോൺസ് അല്ലേ? അതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഒരാൾ നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റെസ്പോൺസ് അല്ലത്. അതുകൊണ്ടാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്തായിരിക്കും? നമ്മൾ ഇപ്പോൾ ഒരാൾ ബെല്ലടിച്ചു, ആ ബെല്ലടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായിൽ വെള്ളം വരികയാണ്. സ്കൂളിലൊക്കെ ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ വെള്ളം വരില്ലേ? അതിനെയാണ് നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ഈ ബെല്ല് വെറുതെ ഉച്ചയ്ക്കല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ രാവിലെയൊക്കെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന് അതായത് വായിൽ വെള്ളം വരാറുണ്ടോ? ഇല്ലല്ലോ. അതായത് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതിന് മുൻപ് അതെന്തായിരിക്കും? ന്യൂട്രൽ സ്റ്റിമുലസ് എന്നാണ് അറിയപ്പെടുക. ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടീഷന് മുൻപ് അറിയപ്പെടുന്നതാണ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന്. ഓക്കെ, അപ്പോൾ എ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇസ് പ്രീവിയസ്ലി കോൾഡ് ആസ് ന്യൂട്രൽ സ്റ്റിമുലസ്. ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താ ചെയ്യുക? അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഫുഡ് എന്ത് ചെയ്യും? ഫുഡ് നമുക്ക് സലൈവേഷൻ നടത്തും. ഫുഡ് എന്ത് ചെയ്യും? സലൈവേറ്റ് ചെയ്യും. ഈ സലൈവേഷൻ ഒരു കണ്ടീഷനും വഴി നമുക്ക് നടന്നതല്ല. നമ്മൾ നാച്ചുറലായിട്ട് ഫുഡ് കണ്ടു കഴിഞ്ഞ് സലൈവേറ്റ് ചെയ്യാറുണ്ട്. അതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബെല്ലും, അതേപോലെ തന്നെ ആ ബെല്ലിനനുസരിച്ച് നമ്മൾ റെസ്പോൺസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടീഷൻഡ് സ്റ്റിമുലസും, പിന്നെ അത് എലിസിറ്റ് ചെയ്യുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് വഴി ഉണ്ടാവുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, which among the following provides quantitative description? A. Assessment, B. Measurement, C. Evaluation, D. All of the above. അതായത് എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ന്യൂമറൽസ് എന്ന് പറയുമ്പോൾ അക്കങ്ങൾ, ഈ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ, അക്കങ്ങളില്ലേ, ഇതിനെയാണ് ന്യൂമറൽസ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂമറൽസിൽ നമുക്ക് കിട്ടാവുന്ന അസസ്മെന്റിനെയാണ് ഏത് അസസ്മെന്റ് ആണ് പറയാ, ഏത് കാര്യമായിരിക്കും, അതായത് എന്താണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ തരുന്നത് ഈ പറഞ്ഞവയിൽ. അസസ്മെന്റ് ആണോ, മെഷർമെന്റ് ആണോ, ഇവാലുവേഷൻ ആണോ, ഏതായിരിക്കും ന്യൂമറൽസിൽ പറയാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായിരിക്കും? മെഷർമെന്റ് ആയിരിക്കും. മെഷർമെന്റ് എങ്ങനെ, നമ്മുടെ ഒരു കോമൺ സെൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? മെഷർമെന്റ് എന്ന് പറയുമ്പോൾ അളവുകൾ എപ്പോഴും എന്തായിരിക്കും? അക്കങ്ങളിലായിരിക്കും. ഈ അസസ്മെന്റ് എന്തായിരിക്കും? നമ്മൾ എല്ലാം കൂടെയുള്ള ഒരു ഡാറ്റ ആയിരിക്കും. ചിലപ്പോൾ അക്കങ്ങളും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും അസസ്മെന്റ്. ഇവാലുവേഷനും അതേപോലെ തന്നെയായിരിക്കും. നോക്കാം നമുക്ക്. Assessment is a systematic process gathering, interpreting and acting upon data related to a student learning. എല്ലാ തരത്തിലും നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഡാറ്റാസ് ഗ്യാദർ ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസസ്മെൻ്റ് എന്താണ്? മെഷർമെൻ്റ് എന്താണ്? Measurement in education is the quantitative assessment of students through giving a test. ഒരാൾക്ക് നമ്മൾ ഒരു ടെസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അസസ് ചെയ്യുന്ന, ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? മെഷർമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവാലുവേഷൻ എന്തായിരിക്കും? ഇവാലുവേഷൻ സെന്റേഴ്സ് ഓൺ വാട്ട് യു ഹാവ് ഗ്യാദേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഡാറ്റ ആൻഡ് ഇറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ്. ഈ ഇവാലുവേഷൻ എപ്പോഴും ക്വാളിറ്റേറ്റീവ് ആയിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The Right to Education Act 2009 came into effect from. എപ്പോഴാണ് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് came into effect, എപ്പോഴാണ് വന്നിരിക്കുന്നത് എന്ന്? എപ്പോഴാ എഫക്റ്റ് ആയത്? എപ്പോഴാ? എ 1 April 2010, ബി 4 August 2009, സി 11th November 2009, D 1st June 2010. ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻസർ വരിക 1st April 2010 ആണ്. എന്താണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പറയുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ, it describes the importance of free and compulsory education for children between the age of 6 to 14 years in India under the Article of 21A. Under the Article of 21A of the Indian Constitution. Indian Constitution 21ാം ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? 21A ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Which among the following is not learner-centered teaching method? Learner-centered ആയിട്ടല്ലാത്ത ടീച്ചിങ് മെത്തേഡ് ഏതാണ്? നോട്ട്, നമ്മൾ ശ്രദ്ധിക്കണം, നോട്ട്. ഓക്കെ, പ്രൊജക്ട് മെത്തേഡ് ആണ് എ, ബി ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, സി ലെക്ചർ ഡിമോൺസ്ട്രേഷൻ മെത്തേഡ്, ഡി ഡിസ്കഷൻ മെത്തേഡ്. ഇതിൽ ഏതാണ് വിച്ച് among the following is not learner-centered teaching method? ലേണർ സെന്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലേണറിനെ കേന്ദ്രീകരിച്ചിട്ടല്ലാത്ത മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ആൻസർ വരിക ലെക്ചർ ഡിമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഈ 3 മെത്തേഡും ഏകദേശം സിമിലർ അല്ലേ? പ്രൊജക്ട് മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്. ഓക്കെ, ഇതിൽ വരിക ലെക്ചർ ഡിമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഞാൻ പറയാം, എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. Based on the role of instructor and the learner, it can be 3 types: teacher-centered method, learner-centered method and mixed method. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? റോൾ ഓഫ് ഇൻസ്ട്രക്ടർ, ഇൻസ്ട്രക്ടറിൻ്റെ റോളിനനുസരിച്ചിട്ട് നമ്മൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് 3 തരംതിരിച്ചിട്ടുണ്ട്. ടീച്ചർ സെന്റർഡ് മെത്തേഡ്, ലേണർ സെന്റർഡ് മെത്തേഡ്, മൂന്നാമത്തത് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള മിക്സഡ് മെത്തേഡ്. The demonstration method involves the teacher showing students a process or procedure such as a science experiment. അതായത് ഒരു എക്സ്പെരിമെന്റ് ടീച്ചർ കാണിച്ചു കൊടുക്കുന്ന ലെക്ചർ ഡിമോൺസ്ട്രേഷൻ, ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതൊരിക്കലും ലേണർ സെന്റർഡ് ആയിരിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം.
9 events of instruction is associated with the theory of 9 events of instruction ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? എ ജീൻ പിയാഷെ, ബി ഡേവിഡ് ഒസുബൽ, സി റോബർട്ട് ഗാഗ്നെ, ഡി ലിവ് വൈഗോട്സ്കി. ആരുമായിട്ട് റിലേറ്റഡ് ആണ് ഈ 9 events of instruction? ആരുമായിട്ടായിരിക്കും? ആൻസർ റോബർട്ട് ഗാഗ്നെ ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. റോബർട്ട് ഗാഗ്നെ പ്രപ്പോസ്ഡ് a series of events that are associated with and address the mental conditions of learning. അങ്ങനെ 9 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗെയിൻ അറ്റൻഷൻ ഓഫ് ദ സ്റ്റുഡൻസ്, രണ്ടാമത്തത് ഇൻഫോം സ്റ്റുഡൻസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, കുട്ടികളെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യാം. ആൻഡ് 3 സ്റ്റിമുലേറ്റ് റീകോൾ ഓഫ് പ്രയർ ലേണിംഗ്. റീകോൾ ഓഫ് പ്രയർ ലേണിംഗ്, പഴയ കാര്യങ്ങൾ, പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് റീകോൾ ചെയ്യുക, ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം, സ്റ്റിമുലേറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, കഴിഞ്ഞ ഇയർ പഠിച്ചിട്ടില്ലേ, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ, അങ്ങനെ. ആൻഡ് പ്രസന്റ് ദ കണ്ടന്റ്, പുതിയ കണ്ടന്റ് എന്താണോ അത് പ്രസന്റ് ചെയ്യുക. ദെൻ പ്രൊവൈഡ് ലേണിംഗ് ഗൈഡൻസ്, പഠിക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുക, പഠിപ്പിക്കുക. ആൻഡ് എലിസിറ്റ് പെർഫോമൻസ്, ദെൻ പ്രൊവൈഡ് ഫീഡ്ബാക്ക്, അവരുടെ പെർഫോമൻസിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളൊരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കുക. ആൻഡ് അസസ് പെർഫോമൻസ്, ആ ഫീഡ്ബാക്കിന് ശേഷം എന്ത് ചെയ്യുക, അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് 9th വൺ ഇസ് എൻഹാൻസ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ. റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ആ സ്റ്റോർ ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ നാളത്തേക്ക് അത് ഉപകാരപ്പെടാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ പെടാനുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് റോബർട്ട് ഗാഗ്നെന്റെ 9 events of instruction. ഓക്കെ, 7ാമത്തെ ചോദ്യമാണ്. When learning in one situation facilitates learning in another situation, it is known as. അതായത് ഒരു സിറ്റുവേഷനിൽ ഉണ്ടായത് അടുത്ത സിറ്റുവേഷനിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അതിന് വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അത് എന്താണെന്നാണ് അറിയപ്പെടുന്നത്. എ പോസിറ്റീവ് ട്രാൻസ്ഫർ, ബി നെഗറ്റീവ് ട്രാൻസ്ഫർ, സി ന്യൂട്രൽ ട്രാൻസ്ഫർ, ഡി സീറോ ട്രാൻസ്ഫർ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ സൈക്കിൾ പഠിച്ചു, അത് നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് പഠിക്കുന്നതിലേക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുക. ഇതെന്തായിരിക്കും, ഇതിൽ ഏതായിരിക്കും? ഇന്ന് പഠിച്ചത് നാളെ എനിക്ക് ഉപകാരപ്പെടുന്നു, അല്ലെങ്കിൽ സൈക്കിൾ പഠിച്ചത് ബൈക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്നു, അതെന്തായിരിക്കും? അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അത് ഉപകാരപ്പെടുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്തായിരിക്കും? അത് നേരെ തല തിരിച്ചാവുക, അതായത് അത് ഉപകാരപ്പെടുന്നില്ല. സൈക്കിൾ പഠിച്ചതുകൊണ്ട് എനിക്ക് സ്കൂട്ടർ പഠിക്കാനോ അല്ലെങ്കിൽ ബൈക്ക് പഠിക്കാനോ ഒന്നും കഴിയുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ട്രാൻസ്ഫർ ആയിരിക്കും. ന്യൂട്രൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. സീറോ ട്രാൻസ്ഫറും, ഒരു ട്രാൻസ്ഫറും ഇല്ല. ഓക്കെ, 8ാമത്തെ ചോദ്യമാണ്. ഇൻ കോപ്പറേറ്റീവ് ലേണിംഗ് ദ റോൾ ഓഫ് ടീച്ചർ ഇസ് നോട്ട് ആസ് എ ഫെസിലിറ്റേറ്റർ, ബി മോഡൽ, സി മീഡിയേറ്റർ, ഡി ഇൻസ്ട്രക്ടർ. കോപ്പറേറ്റീവ് ലേണിംഗിൽ താഴെ പറയുന്നവയിൽ ഏതായിരിക്കില്ല ടീച്ചറിന്റെ റോള്? കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള പഠനം. അതിൽ എന്തായിരിക്കില്ല ടീച്ചറിന്റെ റോള്? മോഡൽ ആയിരിക്കില്ല. ടീച്ചർ ഒരിക്കലും കോപ്പറേറ്റീവ് ലേണിംഗിൽ ഒരു മോഡലായി നിൽക്കില്ല. ഓക്കെ, ഒരു ഫെസിലിറ്റേറ്റർ ആവാം, അവരെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മീഡിയേറ്റ് ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും അവർക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ടീച്ചർ നിൽക്കും. അതിനെയാണ് ഇൻസ്ട്രക്ടർ, മീഡിയേറ്റർ, ഫെസിലിറ്റേറ്റർ എന്നൊക്കെ വിളിക്കുന്നത്. ഒരിക്കലും ടീച്ചർ അവിടെ മോഡൽ ആയിരിക്കില്ല. നമുക്കതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Cooperative learning refers to heterogeneous group where students work collaboratively, but each member is also accountable for his or her share of work. Teachers' role here should be supporting and monitoring each group. ഒരു ഹെട്രോജിനസ് ഗ്രൂപ്പ്, ഹെട്രോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അവർക്ക്
ഒരു കൊലാബറേറ്റീവ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള ഒരു നമ്മൾ പറയില്ലേ ഗ്രൂപ്പ് വർക്ക്, ഏകദേശം അങ്ങനെ തന്നെ. അതിനെ എന്ത് ചെയ്യാം, അതിൻ്റെ ഇടയിൽ ടീച്ചർ ആരായിരിക്കില്ല എന്നാണ് ചോദിക്കുക. ടീച്ചർ അവിടെ ചിലപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് മാറും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നു പറയുന്ന ആളായിരിക്കും. ചിലപ്പോൾ മീഡിയേറ്റ് ചെയ്യും. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ടീച്ചർ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറും ടീച്ചർ. പക്ഷെ എന്തായിരിക്കില്ല, കൊലാബറേറ്റീവ് ലേണിംഗിൽ ടീച്ചർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗിൽ ടീച്ചർ ഒരിക്കലും ഒരു മോഡൽ ആയിരിക്കില്ല. ടീച്ചർ ആ ഗ്രൂപ്പിന്റെ മോഡൽ ആയി കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അടുത്തതാണ് വാൻഡലിസം ഇൻ അഡോളസൻസ് ഈസ് വാട്ട്. എന്താണ് വാൻഡലിസം ഇൻ അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാൻഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് പബ്ലിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നതിനാണ് വാൻഡലിസം എന്ന് വിളിക്കുന്നത്. ഈ വാൻഡലിസം ഇൻ അഡോളസൻസ് ഈസ് എ ഇമോഷണൽ പ്രോബ്ലംസ്, ബി അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, സി സെക്ഷുവൽ പ്രോബ്ലം, ഡി ബിഹേവിയറൽ പ്രോബ്ലം. വാൻഡലിസം അഡോളസൻസിൽ ഇമോഷണൽ പ്രോബ്ലം ആണോ അതോ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണോ? അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഡിഫൻസ് മെക്കാനിസം ആണോ, അല്ലെങ്കിൽ സെക്ഷുവൽ പ്രോബ്ലം ആണോ, ആൻഡ് ഡി ബിഹേവിയറൽ പ്രോബ്ലം ആണോ? ഈ വാൻഡലിസം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്ന് ആൻസർ കിട്ടില്ലേ? എന്തായിരിക്കും ആൻസർ? ബിഹേവിയറൽ പ്രോബ്ലം ആണ്. നമ്മൾ ഒരു പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് ഒരു ബിഹേവിയറൽ ഇഷ്യൂ അല്ലേ? ഓക്കെ. 10ാമത്തെ ചോദ്യം, which among the following is a useful tool to generate ideas or to find solutions to a problem? A. Workshop, B. Group discussion, C. Debate, D. Brainstorming. Which among the following is a useful tool to generate ideas? എന്താണ് generate ideas? ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. വർക്ക്ഷോപ്പ് ആണോ അതോ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, ഡിബേറ്റ് ആണോ, ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ? ഏതായിരിക്കും? ഒന്ന് നോക്കൂ, ഇത് മൂന്നും ഏകദേശം എന്താണ്, സെയിം ആയിട്ടുള്ള കാര്യമാണ്. മൂന്ന് കൊണ്ടും എന്താ ഉണ്ടാവുന്നത്? എല്ലാവർക്കും ഏകദേശം സെയിം ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക. പക്ഷെ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഒരു വ്യത്യാസമുണ്ട്. ബ്രെയിൻ സ്റ്റോമിങ് ഗ്രൂപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അത് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ പോലും. ഓക്കെ. എ ഗ്രൂപ്പ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് that involves spontaneous contribution of ideas from all the members of group. Okay. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ഓഫ് റോങ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റോങ് പെയർ, തെറ്റായ പെയർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ. CCE റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ബി മൈക്രോ ടീച്ചിങ് സ്കിൽ ഇംപ്രൂവ്മെന്റ്, സി ഫോർമാറ്റീവ് അസസ്മെന്റ് മിഡ് ടേം എക്സാം, ഡി സമ്മേറ്റീവ് അസസ്മെന്റ് പ്രമോഷൻ. ഇതിൽ ഏതായിരിക്കും റോങ് പെയർ, തെറ്റായ പെയർ ഏതായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായിരിക്കും? ഏതാ? ഫോർമാറ്റീവ് അസസ്മെന്റ് മിഡ് ടേം എക്സാം ആണ് തെറ്റായിട്ടുള്ള പെയർ. അതായത് എങ്ങനെയായിരിക്കും? ഈ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ വന്നിരിക്കുന്നത് വാസ് എ പ്രോസസ് ഓഫ് അസസ്മെന്റ് mandated by the Right to Education Act 2009. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ടീച്ചർ ട്രെയിനിങ് മെത്തേഡ് ഫോർ ലേണിംഗ് ടീച്ചിങ് സ്കിൽസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചർ ട്രെയിനിങ് മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണ്? ഫോർമാറ്റീവ് അസസ്മെന്റ്. ഇതാണ് നമ്മൾ റോങ് പെയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റീവ് അസസ്മെന്റ് ഡ്യൂറിങ് ലേണിംഗ് പ്രോസസ്. കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് ഡ്യൂറിങ് ലേണിംഗ് പ്രോസസ്. കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസസ് ചെയ്യുന്നതിനാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നോക്ക്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്താണ്? ഒക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ലേണിംഗ്. ഈ എൻഡ് ഓഫ് ലേണിംഗിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് പ്രൊമോഷൻ കൊടുക്കുക, അല്ലെ? നമ്മളൊരു നല്ല രീതിയിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു റിവാർഡ് കുട്ടിക്ക് കൊടുക്കില്ലേ? അതെപ്പോഴും ഏതിലായിരിക്കും? എല്ലാം പഠിച്ചു കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഓഫ് ലേണിംഗിലായിരിക്കും. ഓക്കെ. അപ്പൊ റോങ് പെയർ ഏതാണ്? ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ
ഫോർമാറ്റീവ് അസസ്മെന്റ് മിഡ് ടേം എക്സാം ആയിരിക്കും. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം. ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD is coined by. ആരാണ് ZPD കോയിൻ ചെയ്തിരിക്കുന്നത്? ആരായിരിക്കും? എ ജെറോം ബ്രണർ, ബി ജീൻ പിയാഷെ, സി കർട്ട് ലെവിൻ, ലെവ് വൈഗോട്സ്കി, ഡി ലെവ് വൈഗോട്സ്കി. ഇതിൽ ആരാണ് ZPD എന്ന് പറഞ്ഞിരിക്കുന്നത് കോയിൻ ചെയ്തിരിക്കുന്നത് എന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ആരായിരിക്കും? വൈഗോട്സ്കി ആണ് ZPD കോയിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ZPD? നമുക്കറിയാം, നമ്മൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കുറെ ആൾക്കാർ സഹായിക്കാനുണ്ടാവുമ്പോൾ അവരുടെ സഹായത്തിന് നമ്മൾ പഠിക്കുന്നതിനാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. The zone of proximal development is the distance between what learner is capable of doing unsupported and what they can do supported. സപ്പോർട്ട് ഉള്ളപ്പോൾ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ സപ്പോർട്ട് ഇല്ലാത്തപ്പോൾ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് 13th ചോദ്യമാണ്, ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് പ്രോസസ്. ക്രിയേറ്റീവ് പ്രോസസ്സിന് ഒരു 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ അവസാനത്തെ സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവസാനത്തെ സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും അവസാനത്തെ സ്റ്റേജ്? എ വെരിഫിക്കേഷൻ, ബി പ്രിപ്പറേഷൻ, സി ഇൻക്യുബേഷൻ, ഡി ഇലുമിനേഷൻ. ഇതിൽ 4 ഏതാണ് ലാസ്റ്റ് സ്റ്റേജ്? നോക്കാം, ഏതായിരിക്കും? വെരിഫിക്കേഷൻ. സ്റ്റേജസ് എങ്ങനെ വരാം? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. 4ാമത്തെ സ്റ്റേജിലാണ് വെരിഫിക്കേഷൻ വരാം. നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഓക്കെ, ഇതാണ് ക്രിയേറ്റീവ് പ്രോസസ്സിന്റെ 4 സ്റ്റേജസ്. ആൻഡ് 14ാമത്തെ ചോദ്യം, ഇൻ ലേണിംഗ് നോളജ് അക്വിസിഷൻ പ്രോസസ് ഈസ് ഡാഷ് ആസ്പെക്ട്സ്. ഏത് ആസ്പെക്റ്റിലാണ് നോളജ് അക്വിസിഷൻ വരിക? എ കനാറ്റീവ്, ബി എഫക്റ്റീവ്, സി സൈക്കോമോട്ടോ, ഡി കോഗ്നിറ്റീവ്. ഇതിൽ 4 ഏതിലാണ് നോളജ് അക്വിസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വരിക? എവിടെയായിരിക്കും വരിക? കൊനാറ്റീവ് ആണോ, എഫക്റ്റീവ് ആണോ, സൈക്കോമോട്ടോർ ആണോ ആൻഡ് ഡി കോഗ്നിറ്റീവ് ആണോ? നോളജ് അക്വിസിഷൻ, അറിവ് സ്വീകരിക്കുക, അതെവിടെ ഏതിലായിരിക്കും വരിക? അതെ, കോഗ്നിറ്റീവിലാണ് വരിക. നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയിലാണ് ഈ 3 കാര്യങ്ങളെ കുറിച്ചും പഠിച്ചിരിക്കുന്നത്. ഈ കനാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമ്മളെ പെരുമാറ്റമായിട്ട് റിലേറ്റഡ് ആണ്, ബിഹേവിയർ ആയിട്ട് റിലേറ്റഡ് ആണ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിങ്സ്. സൈക്കോമോട്ടോർ, ഇപ്പൊ നമ്മളൊരു സൂചി നൂല് കോർക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു നൂലില് മുത്ത് കോർക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പൊ എന്തായിരിക്കും? അത് സൈക്കോമോട്ടോർ ആയിട്ടുള്ള എബിലിറ്റി ആണ്. ആൻഡ് കോഗ്നിറ്റീവ് എന്താണ്? നമ്മുടെ വളരെ ഉയർന്ന മാനസിക ചിന്ത ആവശ്യങ്ങളെ ഒക്കെയാണ് എന്ത് കോഗ്നിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഇൻ ഫിഷ് ബൗൾ ഡിബേറ്റ് ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് ലേണേഴ്സ് ആർ ഫൗണ്ട്? ഫിഷ് ബൗൾ ഡിബേറ്റ്സിൽ എത്ര ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ്, അതായത് എത്ര ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടെന്നാണ് പറയുന്നത്. എ 2, ബി 3, സി 4, ഡി നൺ ഓഫ് ദി അബവ്. എത്രയായിരിക്കും ആൻസർ? 2 ആണ്. 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഉണ്ടാവുക. അതായത് നമ്മൾ 3-4 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് സെന്ററിലായിരിക്കും. അതിനുശേഷം എന്തായിരിക്കും? പുറത്ത് കുറെ ഗ്രൂപ്പുകൾ, അതായത് പുറത്ത് കുറെ കുട്ടികൾ ആ ഗ്രൂപ്പിന് ഔട്ട് സർക്കിളിൽ നിൽക്കും. അതിൽ അങ്ങനെ 2 ഗ്രൂപ്പായിരിക്കും. ഈ ഔട്ട് സർക്കിളിലുള്ള ആൾക്കാരൊന്നും സംസാരിക്കില്ല, ഈ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും സംസാരിക്കാം. ഇവരെ ജസ്റ്റ് വാച്ച് ചെയ്യാക്കെയാണ് ഔട്ടർ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ചെയ്യാം. അടുത്തത് 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇമോഷൻ? ഇമോഷന് കാരണമായിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ് എന്നാണ് ചോദ്യം. എ ഹിസ്റ്റമിൻ, ബി സെറട്ടോണിൻ, സി തൈറോക്സിൻ, ഡി ഓക്സിറ്റോസിൻ. ഈ 3 ആർക്കാണ് ഇമോഷനായിട്ട് റിലേറ്റഡ്? ഈ 4 ഇമോഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതായിരിക്കും? ആൻസർ സെറട്ടോണിൻ ആണ്. സെറട്ടോണിൻ ആണ് ഇമോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ആൻഡ് അടുത്ത ചോദ്യം,
On which of the cognitive development the abstract thinking ability develops? Abstract thinking ability develop ചെയ്യുന്ന പിയാഷയുടെ സ്റ്റേജസ്, പിയാഷയുടെ 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏത് സ്റ്റേജിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാന്നാണ് ചോദ്യം. എ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ബി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൽ ഏതിലായിരിക്കും അബ്സ്ട്രാക്ട് തിങ്കിങ് വരിക? ഓക്കെ, ഏതായിരിക്കും? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് വരിക. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഴത്തിൽ, നല്ല രീതിയിൽ മനസ്സിലാവുന്ന തരത്തിൽ, നല്ല സാരാംശത്തിൽ മനസ്സിലാവുന്ന രീതി, അതിനൊക്കെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഏത് സ്റ്റേജിലാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുക. According to Piaget, humans progress through 4 developmental stages. സെൻസറി മോട്ടോർ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജിന് ശേഷം വരുന്ന സ്റ്റേജാണ്. ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഇവിടെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക. 18ാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത്. മെച്ചുറേഷൻ എന്തുമായിട്ട്? നോട്ട് അസോസിയേറ്റഡ് വിത്ത്, എന്തുമായിട്ട് റിലേറ്റഡ് അല്ല? എ മോട്ടിവേഷൻ, ബി ജെനറ്റിക്സ്, സി ഗ്രോത്ത്, ഡി ഡെവലപ്മെന്റ്. ഇതിൽ ഏതായിരിക്കും? പെട്ടെന്ന് കിട്ടും, ആൻസർ പെട്ടെന്ന് കിട്ടും. കാരണം ഏകദേശം 3 എണ്ണം ഒരുമിച്ച് നിൽക്കുന്നതാണ്. അത് ഏതായിരിക്കും? ആ 3 എണ്ണം ഏതായിരിക്കും? അതെ, ജെനറ്റിക്സ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഇത് 3 ഏകദേശം റിലേറ്റഡ് ആണ്. നമ്മൾ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ജെനറ്റിക്സ് ഇതൊക്കെ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇതുമായിട്ട് ഒട്ടും റിലേഷൻ ഇല്ലാത്ത ഒരാളേ ഉള്ളൂ, അതാണ് മോട്ടിവേഷൻ. അപ്പൊ ആൻസർ എന്തായിരിക്കും? അതെ, മോട്ടിവേഷൻ ആണ് ആൻസർ. ഇനി 19ാമത്തെ ചോദ്യം, വിച്ച് among the following is not an developmental need in adolescence? അഡോളസൻസിന്റെ നീഡ് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ നീഡ് ഫോർ സെൽഫ് ഡെഫിനിഷൻ, ബി ദ നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, സി ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ, ദ നീഡ് ഫോർ മീനിങ് ഫുൾ പാർട്ടിസിപ്പേഷൻ. ഇത് 4 കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? 4 ശരിയല്ലേ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോളസൻസിന്റെ നീഡ് അല്ലാത്തത്, ഡെവലപ്മെന്റൽ നീഡിൽ അഡോളസൻസിന്റെ നീഡ് അല്ലാത്തത് നോട്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അഡോളസൻസിന്റെ നീഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതല്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ അഡോളസൻസിന്റെ നീഡ് അല്ല. ഈ 3ഉം ഇവരുടെ നീഡാണ്. കാരണം സെൽഫ് ഡെഫിനിഷൻ നമുക്കറിയാം, ആൻഡ് നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ക്രിയേറ്റീവ് ആയിട്ട് അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു നീഡ് അവർക്കുണ്ട്. ആൻഡ് ദ നീഡ് ഫോർ മീനിങ് ഫുൾ പാർട്ടിസിപ്പേഷൻ, ഇത് ശരിയാണോ എന്ന് നമുക്കൊരു സംശയം വരും. അതിന് 7 ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ആൻഡ് 7 ഡെവലപ്മെന്റൽ നീഡ്സിലാണ് ഇതൊക്കെ വരുന്നത്. ഫസ്റ്റത്തെ നീഡാണ് ദ നീഡ് ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി, കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ. ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആൻഡ് കോമ്പറ്റൻസ്, മത്സരത്തിനും അച്ചീവ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ദ നീഡ് ഫോർ സെൽഫ് ഡെഫിനിഷൻ, നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, നീഡ് ഫോർ സോഷ്യൽ ഇന്ററാക്ഷൻ, ബാക്കിയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത്. ആൻഡ് നീഡ് ഫോർ സ്ട്രക്ചർ ആൻഡ് ക്ലിയർ ലിമിറ്റ്സ്, നീഡ് ഫോർ മീനിങ് ഫുൾ പാർട്ടിസിപ്പേഷൻ. ഇതാണ് ഡെവലപ്മെന്റൽ നീഡ്സ്. അഡോളസൻസിന്റെ 7 നീഡ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണിത്. ഓക്കെ, അതിലെവിടെയും നമ്മൾ ആക്ച്വലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷന്റെ നീഡ് പറയുന്നില്ല. ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ആക്ച്വലൈസേഷൻ നീഡ് ആവശ്യമാണെങ്കിൽ കൂടെ ഒരു അഡോളസൻസിൽ അവർക്ക് ഒരിക്കലും സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള നീഡിന്റെ ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഹു കോയിൻഡ് ദ ടേം ഐഡന്റിറ്റി ക്രൈസിസ്? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. ഐഡന്റിറ്റി ക്രൈസിസ് കോയിൻ ചെയ്ത വ്യക്തി ആരാണ്? ആരായിരിക്കും? എ ഫ്രോയിഡ്, ബി കോൾബർഗ്, സി എറിക്സൺ, ഡി പിയാഷെ. ഇതിൽ ആരായിരിക്കും ആൻസർ? ആരാ? സി എറിക്സൺ ആണ് ആൻസർ. എറിക്സൺ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോ 20 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്.
ഇന്നിപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ 20 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത 20 ക്വസ്റ്റ്യൻ നമുക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 3യുടെ 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 40 ചോദ്യങ്ങളിൽ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 20 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.